ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൈപ്പക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കൈപ്പക്ക ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില. അത് 2 അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തതാണ്. നമുക്കത് പകുതി എടുത്താൽ മതി. കൈപ്പക്കയ്ക്ക് 2 കൈപ്പക്ക മീഡിയം സൈസ് കൈപ്പക്കയാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു പാത്രത്തിൽ ഉലുവ ഇട്ടിട്ട് ആവശ്യത്തിന് വറുത്തെടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുകെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എടുത്ത് ഉപ്പെല്ലാം പെരക്കി വെച്ച കൈപ്പക്ക വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എണ്ണ ചൂടായതോ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ കൈപ്പൊക്കെ കുറഞ്ഞു പോവട്ടോ. ഇത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ആണി എണ്ണ ഇതെടുത്തിട്ടുണ്ട്, വെല്ലം, ശർക്കര. പിന്നെ കടുക് ഉലുവ ഇട്ടിട്ട് അത് നല്ലോണം പൊട്ടി വരുമ്പോൾ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ചേ ഉള്ളൂ കൈപ്പക്ക, അതും കൊണ്ടാണ് കേട്ടോ. മറ്റേത് ബീട്രൂട്ടും ഈത്തപ്പഴം അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 ആക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൈപ്പക്ക തന്നെ നോക്കാം. അങ്ങനെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അതിൻ്റെ പൊട്ടിപ്പോകുന്നവരെയും അതൊന്ന് വറുത്തെടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ഒതുക്കി വെച്ചതൊന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കാം. ഞാൻ പറയാൻ മറന്നുപോയി, ആ കൈപ്പക്കയിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിന് കേട്ടോ. അത് മസാല പെരക്കി വെക്കുമ്പോൾ. അപ്പോൾ വിനാഗിരി എത്ര വേണോ അത്ര നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കിയിട്ട് എല്ലാത്തിൻ്റെ പച്ചമണവും ഇതെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൈപ്പക്ക ഇല്ലേ അത് അതിലേക്ക് ഇടാം. അതിനേക്കാളും മുന്നിൽ കൈപ്പക്ക മസാല പെരക്കി വെച്ചപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ഒന്ന് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കാം. പിന്നെ നേരത്തെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ, അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അത് മിക്സാക്കി കൊടുത്തത് നമ്മളെടുത്ത് വെച്ച കൈപ്പക്ക അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കാം. നമ്മൾ ആ കൈപ്പക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂസിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്കായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക്